പക്ഷേ ഇന്ന് 12ാമത്തെ ദിവസമാണ്. ഇന്നലെ അപ്പോൾ അലൻ ചേട്ടായൊക്കെ വന്നിട്ട് പോയി, അമേരിക്കയിൽ പോയി. അവരെ രാവിലെ ഡ്രോപ്പ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യുന്ന രാവിലെ അല്ല, ഇപ്പോൾ ഉച്ചയായി. ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേനും നമ്മൾ സിയാൻ ടവർ കാണാൻ പോവാണ്. സിയാൻ ടവർ കഴിഞ്ഞിട്ട് ജിഷയുടെ ബ്രദേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോകും, അളിയന്മാരെ മീറ്റ് ചെയ്യാൻ പോകും. അതാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോമി സാറിൻ്റെ അടുത്തോട്ട് പോകും. അവിടെയാണ് നമ്മൾ വൈകുന്നേരത്തെ പരിപാടി. ഇതെല്ലാം ഈ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം, കാരണം നാളെ തിരിച്ച് UK പോകാനുള്ളതാണ്. അപ്പോൾ ഇനി സിയാൻ ടവർ കാണാൻ പോകാം. അങ്ങനെ നമ്മൾ ടൊറൻറ്റോ ടൗണിലോട്ട് എത്തി. നേരെ ഫ്രണ്ടിൽ അങ്ങ് കാണുന്നതാണ് സിയാൻ ടവർ. നമ്മൾ സിയാൻ ടവറിൽ കയറാനാണ് പോകുന്നത്. നമ്മളങ്ങനെ ടൗണിൻ്റെ മെയിൻ ഭാഗത്തോട്ട് കയറി. എല്ലാം വലിയ സ്കൈ സ്ക്വേപ്പേഴ്സ് പോലത്തെ വലിയ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്ന പോലെ. 10-20 നിലയുള്ള ന്യൂയോർക്കിലൊക്കെ ഉള്ള പോലത്തെ ബിൽഡിങ്ങുകളാണ് മിക്കതും. ഇവിടെയൊക്കെ 1-2 ഉള്ളൂ. പക്ഷേ ടൗണിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ കാണാം അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെയുള്ള വലിയ ടവറുകൾ. ടൊറൻറ്റോയിലോട്ട് എത്തുമ്പോൾ ഇന്ന് ഈ സമയമായതുകൊണ്ട് ഉച്ച കഴിഞ്ഞുകൊണ്ട് വലിയ തിരക്കില്ല. വൈകുന്നേരം രാവിലെയൊക്കെയാണ്. നമ്മുടെ ലണ്ടൻ പോലെയൊക്കെ തിരക്കുള്ളൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇന്ത്യയിലെ സിറ്റികൾ പറയുകയാണെങ്കിൽ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ പോലെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ ടൊറാൻറ്റോ എന്ന് പറയും, ഇവിടെയുള്ളവർ ടൊറാനോ എന്നാണ് പറയണത്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നല്ല രസമുണ്ട് ഈ ബിൽഡിങ്ങുകൾ കാണാൻ. ഒരേ ഷേപ്പും ഒരേ ഇതും ഒക്കെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ടൗണിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇതവിടെ ഒരു പുതിയ അപ്പാർട്ട്മെന്റ് പണിയുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റ് സൈഡിൽ അപ്പുറം മൊത്തം തൊട്ടപ്പുറം കാണുന്നത് ലേക്ക് ഒണ്ടാരിയോയാണ്. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു വ്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടികൾക്കൊക്കെ നല്ല പ്രോപ്പർട്ടിയൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നേരെ നമുക്ക് സിയാൻ ടവറിൻ്റെ ഒരു ദൂര ദൃശ്യം കിട്ടും. ലണ്ടനേക്കാളും വലിയ ടൗണാണ് ടൊറാൻറ്റോ. അത്രയും പോപ്പുലേഷൻ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഏകദേശം 27-28 ലക്ഷത്തോളം ആൾക്കാരുള്ളൂ ടൗണിൽ. ട്രാഫിക്കും ലണ്ടനിൽ വെച്ച് ബെറ്ററാണ്. വലിയ റോഡുകളാണ്. ലണ്ടനിലും റോഡുകളുണ്ടെങ്കിൽ പോലും ഇവിടെ ഹൈവേ ഉണ്ട്. അല്ലാതെ എന്നാ പറയുക, സിറ്റീനെ ക്രോസ് ചെയ്തുകൊണ്ട് വലിയ ഹൈവേ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് വേറെ ചെറിയ വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വണ്ടികൾ എപ്പോഴും ഒരു എന്നാ പറയണേ, ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ട്രാഫിക് ഇല്ല. ഒരു കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ഉണ്ട്. ട്രാഫിക് അത്ര മോശമല്ല. ഇതേ ബിൽഡിങ്ങിൻ്റെ മേളിൽ മരങ്ങൾ വരെ വെച്ച് പിടിപ്പിച്ചേക്കണുണ്ടോ? ചെറിയ 2-3 ആളിപ്പൊക്കെ ഉണ്ട് മരങ്ങൾക്കൊക്കെ. കണ്ടെത്താൻ ദൂരത്താണ് ബിൽഡിങ്. അങ്ങനെ സിയാൻ ടവറിന്റെ ദൂര ദൃശ്യം മുമ്പ് ക്യാമറ കിട്ടി തുടങ്ങി. സിയൻ ടവറാണ്. സിയൻ ടവറിന്റെ ദൂരദൃശ്യം നമുക്ക് കിട്ടി തുടങ്ങി. 1976 ഇത് പണിത്. 1976 പണിതു. പിന്നെ അത് കഴിഞ്ഞ് ദുബായിലെ ബുർജ് ഖലീഫ പണിയുന്നവരെയും ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു. ഇത് ഇവിടുത്തെ കനേഡിയൻ റെയിൽവേ പണിതാണ് ഈ ബിൽഡിങ്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇത്ര അടുത്ത് വന്നപ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങി. ഇവിടുത്തെ മെയിൻ സോക്കറിൻ്റെ ഗ്രൗണ്ടാണ്. സോക്കർ കളിക്കുന്ന ഗ്രൗണ്ട്. സോക്കർ മീൻസ് ഇവിടെ ഫുട്ബോളിന് സോക്കർ എന്നാണ് പറയുന്നത്. ടൊറൻറ്റോ FC ഫുട്ബോൾ ക്ലബ്ബാണ്. അവിടെയുണ്ട്. അപ്പം നമ്മളിപ്പോൾ നമ്മളീ പോകുന്ന ഈ ബ്രിഡ്ജ് 3 ലെവലാണ്. ഇതിൻ്റെ താഴെ കൂടെ ഇതുപോലെ തന്നെ വണ്ടികൾ പോകുന്നുണ്ട്. അതിൻ്റെ താഴെ പിന്നെ എടുത്തുണ്ട്. അതായത് നമ്മൾ 3ാമത്തെ നിലയിൽ കൂടെ
ട്രാവൽ ചെയ്യും പോലെയാണ് ഇവിടെ ട്രാഫിക് സിസ്റ്റം. അത് ഓവർ ബ്രിഡ്ജാണ്. ഇപ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഒരു 5-6 നില താഴെയാണ് ഈ നമ്മൾ ഈ പോകുന്ന റോഡിൽ നിന്ന്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ എത്തണമെങ്കിൽ ഒരു 5 നിലയൊക്കെ താഴെയായിരിക്കും. പിന്നെ നമ്മളങ്ങനെ എത്താറായി. ടൗണിൻ്റെ ഫുള്ള് ഫീലിംഗ് ആയ എല്ലായിടത്തും വലിയ ബിൽഡിങ്ങുകൾ, ഫുള്ളത് ചുറ്റുമുറം ബിൽഡിങ്ങുകളാണ്. ഒരു വെയിൽ പോലും ഇങ്ങോട്ട് കടന്നു വരുന്നില്ല ഈ റോട്ടിൽ. സിയാൻ ടവറിൻ്റെ അടുത്തെത്തി. സിയാൻ ടവർ അതിൻ്റെ റൗണ്ട് വരെ നമുക്ക് കയറാം അല്ലേ? മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി. മെയിൻ റോഡ് മീൻസ് മെയിൻ ഹൈവേ അല്ല, അതിനെന്നാ പറയണേ, ഫ്ലൈ ഓവറിൽ നിന്ന് ഇറങ്ങി. ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഫ്ലൈ ഓവറിൽ നിന്ന് ഇറങ്ങി താഴത്തോട്ട് ഇറങ്ങുകയാണ്, ഫ്ലൈ ഓവറിൻ്റെ അടിയിലോട്ട്. അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈ ഓവറുകളുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് വണ്ടി പോകണുണ്ടോ? അപ്പോൾ മേളിലൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്, 4 തലങ്ങും വിലങ്ങും ഫ്ലൈ ഓവറുകൾ. ഇവിടെ ബേസ്ബോളിൻ്റെ കളി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു ട്രാഫിക്കിൽ. ബേസ്ബോൾ ഇവിടുത്തെ ഒരു എന്നാ പറഞ്ഞ നാഷണൽ ഗെയിമാണെന്ന് തോന്നുന്നു. ഭയങ്കര ഫേമസ് ആണ്. ടൊറൻറ്റോ ബ്ലൂ ജേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ഇത്. അവിടെ വെച്ചാൽ കളി കിടക്കണേ. അതുകൊണ്ട് നമ്മൾ പാർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. 10 മണിക്കാണ് കളി കിടക്കണേ. പക്ഷേ ഇപ്പോഴേ ആൾക്കാർ വന്ന് സീറ്റൊക്കെ പിടിക്കുവാണ്. 5000 പേർക്ക് ഇരിക്കാവുന്ന ഇത് സ്റ്റേഡിയമാണിത്. അമേരിക്കൻ സ്റ്റൈൽ. ഇവിടുത്തെ പോലീസ് വണ്ടികളൊക്കെ അമേരിക്കൻ സ്റ്റൈലാണ് കാണുന്ന പോലെ. ഇവിടെ എല്ലാം ആൾക്കാരാണ് ബ്ലൂ ജേഴ്സി ഇട്ട് അവരുടെ കളിയാണ്. ബേസ്ബോളാട്ടോ, ബേസ്ബോളിൻ്റെ കളിയാണ്. ഇവിടുത്തെ ഫേമസ് ഒരു കളിയാണ്. നമ്മുടെ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ UK ഫുട്ബോൾ പോലെ ഇതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് പോലെ ഇതാണ് ഇവിടെ ബേസ്ബോള്. ഇവിടെ പോലീസ് വണ്ടി കിടക്കണതിൻ്റെ അവിടെ ഒരു സ്കൂൾ ബസ് കാണാം. അവിടുത്തെ സ്കൂൾ ബസ്സാണത്. ഇതാണ് ഇവിടുത്തെ സ്കൂൾ ബസ്. ഇതവിടെ ഒരു അക്വേറിയം ഉണ്ട്. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ അക്വേറിയമാണ് ആ കാണുന്നത്. റിപ്ലേസ് അല്ലേ? റിപ്ലേസ് അക്വേറിയം ഈ കാണുന്നത്. സിയാൻ ടവറിൻ്റെ താഴെ എത്തി. ഇതാണ് സിയാൻ ടവർ. ഈ അക്വേറിയത്തിൻ്റെ തൊട്ട് താഴെയാണ് റിപ്ലേസ് അക്വേറിയത്തിൻ്റെ തൊട്ട് താഴെയാണ് സിയാൻ ടവർ. ഭയങ്കര തിരക്കാട്ടോ. ഇതാണ് സിറ്റി ടൂറ്. ഇതെടുക്കുകയാണെങ്കിൽ സിറ്റി മൊത്തം ഇതൊക്കെ പോയി കാണാം. ഇത് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് കാണുന്നത് റെയിൽവേ മ്യൂസിയമാണ്. അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരാളവിടെ സ്പൈഡർമാൻ്റെ വേഷമൊക്കെ ഇട്ട് ഇന്ന് ഇത് ചെയ്യുന്നു. സ്പൈഡർമാനായിട്ട് ഇന്ന് റീപ്ലേസ് അക്വേറിയം ഇവിടെ ചുറ്റുമുള്ള നമ്മുടെ CN ടവറിൻ്റെ അതിൻ്റെ താഴെ നിന്നിട്ടുള്ള വ്യൂ ആണിത്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ക്യൂ നിന്നാലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. പിന്നെ കയറി കണ്ടിട്ട് ഇത് ഇറങ്ങുമ്പോഴത്തേനും അടുത്ത 2 മണിക്കൂർ ഏകദേശം പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ CN ടവർ കയറുക എന്നുള്ള ആ പ്ലാൻ നമ്മൾ ഉപേക്ഷിച്ചു. അടുത്ത പ്ലാൻ നമുക്ക് എന്താണെന്ന് നോക്കാം.